കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് പാർലമെന്റ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം ഇരുസഭകളിലും കാണാൻ കഴിഞ്ഞിരുന്നു. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിശോധന പാർലമെന്റിൽ ഇന്നും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചേക്കും. രാജ്യസഭാംഗമായി ചലച്ചിത്ര താരവും മക്കൾ നീതിമയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി തൗഫീഖ് അസ്ലമാണ് ചേരുന്നത്. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നും സമാനമായ രീതിയിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണോ സാധ്യതയുള്ളത്? ദിവ്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്നും പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഭാ സമ്മേളനം തുടങ്ങിയിട്ട് 4 ദിവസമാവുകയാണ്. ഈ 4 ദിവസവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരുസഭകളിലും ഉണ്ടാവുന്നുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും സമാനമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ എംപിമാർ ഉയർത്തുന്നത്. ഇതിനെ തുടർന്ന് സഭ പല സമയങ്ങളിൽ പിരിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസമായി കാണുന്നത്. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുസഭകളും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിനിപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നതിന് ഒരു കാരണമായിരിക്കുന്നത്. മറ്റ് നിരവധി വിഷയങ്ങൾ കൂടി പ്രതിപക്ഷം ഇതിനൊപ്പം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിയുടെ രാജി ഉയർത്തുന്ന കാര്യം പ്രതിപക്ഷം ഇപ്പോൾ ആലോചിച്ചു വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് പ്രതിപക്ഷത്തിന് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആ വിഷയം കൂടി സഭയിൽ ഉയർത്തണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷം ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ വിഷയങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയേക്കാം. ഇന്ന് ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നും നിയമസഭ കവാടത്തിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പ്രതിപക്ഷ എംപിമാർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുപക്ഷെ ഈ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 10 മണിക്കാണ് ഈ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതിഷേധം എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പ്രതിപക്ഷം വെക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും പ്രതിഷേധം ഉയർത്തുമ്പോൾ ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാണെന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. അത് ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും അതിന് തീയതിയൊക്കെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രധാന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും മൗനം തുടരുകയാണ്, ഒളിച്ചുകളി തുടരുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ എംപിമാർ അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് വലിയ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കമൽഹാസന്റെ രാജ്യസഭയിലെ സത്യപ്രതിജ്ഞയും ഇന്ന് രാവിലെ നടക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രതികരണങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്യസഭയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നിപ്പോൾ സഭ അവസാനിച്ചാൽ തിങ്കളാഴ്ചയായിരിക്കും ചേരുക. അതുകൊണ്ട് ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭ തുടങ്ങുന്ന സമയം മുതൽ തന്നെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്.